റീഡിങ് കാണുമ്പോൾ പെട്ടെന്ന് മെയിൻ ഐസിമക്ക് ചിന്തിക്കരുത്. ഇനി നമ്മളെ കയ്യിലുള്ള സെറ്റ് സാംസങ് M34 6B എന്ന് പറഞ്ഞ മോഡലാണ്. കംപ്ലൈൻറ്റ് ഫുൾ ഡെഡ് ആയിരുന്നു. നമുക്ക് ഷോപ്പിൽ നിന്ന് വന്ന വർക്കാണ്. ഇപ്പോൾ ഫുൾ ഓക്കെ ആയിട്ടുണ്ട്. ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന റീഡിങ് കണ്ടാൽ നമ്മൾ കോമൺ ആയിട്ട് UFSന്റെ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ EMMസിൻ്റെ കംപ്ലൈൻറ്റ് എന്നാണ് തെറ്റിദ്ധരിക്കാറല്ല, കോമൺ ആയിട്ട് അങ്ങനെ വരാറുള്ളത്. പക്ഷേ ഈ ഫോണ് വാട്ടർ ഡാമേജ് ആയിരുന്നു. ആ ഒരു റീഡിങ് കണ്ടിട്ട് ഇതിൽ CPU എല്ലാം ചെയ്തിട്ടുണ്ട്, ബോർഡിലെ എല്ലാ ഐസികളും റീബോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ യഥാർത്ഥ കംപ്ലൈൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ കോയില് ഷോർട്ടായിരുന്നു. അവരെല്ലാതും ഓൾറെഡി എല്ലാം ചെയ്ത് നീറ്റായിട്ടാണ് റീബോളൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ക നീറ്റായിട്ടാണ് സർവീസ് ചെയ്തിട്ടുള്ളത്. എല്ലാ സർവീസും കഴിഞ്ഞിട്ട് ഫോൺ ഓൺ ആവണില്ല. കസ്റ്റമർക്ക് ഡാറ്റ അത്രയും അത്യാവശ്യം ആയതുകൊണ്ടാണ് നമുക്ക് കൊറിയർ അയച്ചത്. ഇതിൽ ഈ കോയില് ഷോർട്ടായിരുന്നു. ഇത് അവർ പവറൈസ് റീബോൾ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുള്ള് കമ്പോണൻറ്റും ഇരുന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ കോയില് ഷോർട്ടായിരുന്നു. ആ കോയില് ഷോർട്ടും കൊണ്ടാണ് ആ റീഡിങ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കോയില് റിമൂവ് ആക്കിയിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കി. ഇതിൽ ബോർണിയോയിൽ അതിൻ്റെ ബിറ്റ് മാപ്പ് വരുന്നില്ല. അപ്പോൾ നമ്മൾ ലേഔട്ടും സ്കീമാറ്റിക്സും വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്തു. ലേഔട്ടിൽ നമ്മൾ നോക്കുമ്പോൾ ഈ കോയിൽ പവറൈസിൻ്റെ അടുത്തുള്ള ഈ കോയിലാണ് കാണിക്കുന്നത്. ആ കോയിലിൻ്റെ പേര് നമ്മൾ കോപ്പി ചെയ്തെടുത്തു, L1623. എന്നിട്ട് നേരെ പോയിട്ട് നമ്മൾ സ്കീമാറ്റിക്സിൽ അത് സെർച്ച് ചെയ്യുക. അതിലിട്ട് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ കോയിൽ എങ്ങിട്ടാണ് അതിൻ്റെ ഔട്ട് ഇന്നും പോകണമെന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ ആ കോയിൽ റിമൂവ് ആക്കിയിട്ട് കോയിൽ റിമൂവ് ചെയ്തതിനു ശേഷം പേഡ് ചെക്ക് ചെയ്യുമ്പോൾ ഈ പേഡിൽ ഈ സൈഡ് ഷോർട്ടായിട്ട് കാണിക്കുന്നത്, ഈ സൈഡ് ഷോർട്ടില്ല. ഈ സൈഡ് പോണത് നേരെ പവറൈസിൻ്റെ വേറെ ലെഗിക്കാണ് ഈ സൈഡും പോണത്. അപ്പോൾ നമ്മൾ ആ പവറൈസ് റിമൂവ് ചെയ്തിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഷോർട്ട് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ കംപ്ലൈൻറ്റ് എന്താണ്? പവറൈസിയാണ്. പവറൈസ് നമ്മൾ റീപ്ലേസ് ചെയ്തു, സെറ്റ് പക്ക വർക്കിംഗ് ആയി. ഞാൻ പറഞ്ഞു തന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റീഡിങ് കാണുമ്പോൾ പെട്ടെന്ന് മെയിൻ ഐസിമക്ക് ചിന്തിക്കരുത്. അതിന് മുമ്പ് ഈ വാട്ടർ ഡാമേജ് ആയ ഫോണൊക്കെ എന്നുണ്ടെങ്കിൽ ഫുള്ള് ബോർഡ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സർവീസ് കറക്റ്റായിട്ടേക്ക് സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക.